അസ്സലാമു അലൈക്കും. എന്താണ് സുഖല്ലേ? മക്കത്തുള്ളത്. മക്കത്തൊരു യാത്ര പോയോക്ക. പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണാം ഇൻഷാ അല്ലാഹ്. അവിടുത്തെ നല്ല കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ദുൽഹിജ്ജ മാസം പിറന്നിരിക്കുന്നു. അതായത് പരിശുദ്ധമായ ഹജ്ജ് ചെയ്യുന്ന മാസം. ഹജ്ജിന് വന്ന ഹാജിമാരെ കൊണ്ട് ഹജ്ജ് കർമ്മത്തിന് മുമ്പ് ഒരു യാത്ര പോവുകയാണ്. ഹാജിമാർക്ക് ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക, കൂടെ ഒരു ഉംറയും ചെയ്യുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം. സമയം രാവിലെ 7 മണി കഴിഞ്ഞിരിക്കുന്നു. ശാന്തമായ ഒരു മക്ക നഗരം. ഹജ്ജ് കർമ്മത്തിനുള്ള ഹാജിമാരൊക്കെ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. ഞാനിന്ന് കൊണ്ടുപോകുന്ന ഹാജിമാരൊക്കെ ആദ്യ ബാച്ചിൽ മക്കയിലെത്തിയവരാണ്. ഹറമിലെ ക്ലോക്ക് ടവറിനുള്ളിലാണ് എൻ്റെ ഹാജിമാരുടെ താമസം. അവർക്ക് യാത്രയ്ക്കുള്ള ഞങ്ങളുടെ വാഹനം റെഡിയായിരിക്കുന്നു. ഇന്ന് ഒരു സെക്കൻഡ് ഡ്രൈവർ മാത്രമായിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഞങ്ങളുടെ വാഹനം നിയന്ത്രിക്കുന്നത് എൻ്റെ സഹപ്രവർത്തകനും മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കാരനുമായ മിസ്റ്റർ ഷാനവാസാണ്. വാഹനത്തിൽ നിന്നിറങ്ങിയ ഹാജിമാർക്ക് സൗറുമല കാണിക്കലും ചരിത്രം പറഞ്ഞു കൊടുക്കലുമാണ് ആദ്യ ഭാഗം. വാഹനം പതിയെ അറഫയിലെത്തിയിരിക്കുന്നു. ഇതാണ് അറഫ മൈതാനം. മുന്നിൽ കാണുന്നതാണ് പരിശുദ്ധമായ ജബലുർ റഹ്മ. അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്നാൽ അറഫയിൽ നിൽക്കലാണ്. അറഫയിൽ നിൽക്കാത്ത ഒരാൾക്കും ഹജ്ജിൻ്റെ കർമ്മം പൂർത്തിയാക്കാൻ കഴിയില്ല. ഐനു സുബൈദ, അതായത് ഹാറൂൺ റഷീദിൻ്റെ ഭാര്യയായ സുബൈദ എന്നവരുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കനാലാണിത്. പണ്ടുകാലത്ത് ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് ദൂരെ നിന്നും കുടിവെള്ളം കൊണ്ടുവരാൻ വേണ്ടി സംവിധാനിച്ചിട്ടുള്ള ഒരു കനാലാണിത്. അറഫയിൽ നിന്ന് പിന്നീട് മുസ്ദലിഫയിലേക്കാണ് ഹാജിമാർ യാത്ര പോകുന്നത്. ഇതാണ് മുസ്ദലിഫയിലെ പരിശുദ്ധമായ മസ്ജിദ് മശ്അരിൽ ഹറാം. മുസ്ദലിഫയിലെത്തിയ ഹാജിമാരൊക്കെ ഇവിടെ നിന്നാണ് നമസ്കരിക്കുക. 3 ജംറയിലും എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കുന്നത് പരിശുദ്ധമായ ഈ മുസ്ദലിഫയിൽ നിന്നാണ്. മലമുകളിൽ കാണുന്ന ആ ചെറിയ ഒരു സ്തൂപം നിൽക്കുന്ന സ്ഥാനത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബിയെ അറുക്കാൻ കൊണ്ടുപോയ സ്ഥലം. കൂണുകൾ പോലെ കാണുന്ന ഈ ടെൻറ്റുകൾ നിൽക്കുന്നതാണ് പരിശുദ്ധമായ മിനാ താഴ്വര. ഇതാണ് കല്ലെറിയുന്ന പരിശുദ്ധമായ 3 ജംറകൾ. ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ, ഇങ്ങനെ 3 എണ്ണം. ഈ കെട്ടിടത്തിനു മുകളിൽ കാണുന്ന വെള്ളക്കൂടാരത്തിനുള്ളിലാണ് ജംറകൾ നിലകൊള്ളുന്നത്. ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം ഹാജിമാർക്ക് കല്ലെറിയാനുള്ള സൗകര്യങ്ങളാണ്. ഇവിടെ നിന്നാണ് കല്ലെറിയുന്നത്. ഓരോ തട്ടിലും ആളുകളുണ്ടാകും. മുന്നിൽ കാണുന്നതാണ് പരിശുദ്ധമായ ജബലുന്നൂർ, ഹിറ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല. ജബലുന്നൂറിൻ്റെ ചരിത്രങ്ങളും പറഞ്ഞ് ഒടുവിൽ ജിറാനയിലെത്തി. ഇവിടെ നിന്ന് ഇഹ്റാം ചെയ്താണ് ഇനി പരിശുദ്ധ മക്കയിലേക്ക് തിരിച്ചു പോകുന്നത്.